കൊല്ലം മൈനാഗപ്പള്ളി വാഹനാപകട കേസ് പ്രതികൾ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കും. കൊല്ലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകുക. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും. 2 സംഘങ്ങളായി തിരിഞ്ഞുള്ള ചോദ്യം ചെയ്യലിൽ അജ്മലിന്റെയും ഡോക്ടർ ശ്രീകുട്ടിയുടെയും ലഹരി ഉപയോഗം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെന്നാണ് വിവരം. ദിലീപ് ദേവസ്യം നൽകും വിശദാംശങ്ങൾ. ദിലീപ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ മൈനാഗപ്പള്ളി വാഹനാപകട കേസിലെ പ്രതികൾ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ എപ്പോഴായിരിക്കും ഈ ഒരു നീക്കം? ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രതികളുമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇവരുടെ ലഹരി ഉപയോഗം അടക്കമുള്ള സുപ്രധാനമായ കാര്യങ്ങൾ അതിൽ പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചുവെന്നും അറിയുന്നു. അങ്ങനെയെങ്കിൽ പ്രതികളുടെ നീക്കം ഇവർ ഈ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമ്പോൾ ഏത് രീതിയിലായിരിക്കും കോടതി അത് പരിഗണിക്കുക? എപ്പോഴായിരിക്കും പ്രതികൾ കോടതിയെ സമീപിക്കുക? തുളസി, ശ്രുതി, ഇന്നലെ വരെ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. 2 ദിവസത്തേക്കായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇവർക്ക് നിർണായകമായ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു, വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം ഈ അപകടം നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ്. ഒരു മനുഷ്യ ദേഹത്തുകൂടെ വാഹനം കയറ്റി ഇറക്കുന്നു. നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോയത് ഒരു ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇതൊരു അപകടമല്ല, ഒരു കൊലപാതകം തന്നെയാണെന്നാണ് പോലീസ് അടക്കം പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ നിർത്താതെ പോയതിൻ്റെ കാരണം എന്ത് എന്നുള്ള കാര്യങ്ങൾ അറിയാനായിരുന്നു പോലീസ് ഇവരെ ചോദ്യം ചെയ്തത്. അപ്പോൾ ഈ 2 പേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസിനെ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇവർ ലഹരി ഉപയോഗിച്ച് സിന്തറ്റിക് ലഹരി അടക്കം ഉപയോഗിക്കുന്ന ആളുകളാണെന്ന് പോലീസ് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് MDMA അടക്കമുള്ള ലഹരികളാണ് ഈ ഇരുവരും ഉപയോഗിക്കുന്നതെന്നാണ് പോലീസ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എവിടെ നിന്ന് ഇവർക്ക് ലഹരി ലഭിക്കുന്നു, ആരൊക്കെയാണ് ഇവരോടൊപ്പം ലഹരി ഉപയോഗിക്കുന്നവർ എന്നുള്ള കാര്യങ്ങൾ പോലീസിന് നിർബന്ധമായും അറിയേണ്ടതുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ 2 ദിവസങ്ങളിൽ ഒരു ദിവസം പോലീസ് ഇവരെ മാറ്റി നിർത്തി ചോദ്യം ചെയ്തു. അതായത് 2 പേരെയും 2 സ്ഥലങ്ങളിലിരുത്തി ചോദ്യം ചെയ്തു, പിന്നീട് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയതിനു ശേഷമാണ് ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടെ തന്നെ ഇവരെ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൽ ഹാജരാക്കുകയും അവരെ വീണ്ടും റിമാൻഡിലേക്ക് മാറ്റുകയും ചെയ്തത്. ഇന്ന് പ്രതികൾ 2 പേരും തന്നെ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിക്കുകയാണ്. അഭിഭാഷകർ കൊല്ലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസിൽ അഭിഭാഷകർ പറയുന്നത് ഇതൊരു അപകട മരണമാണ്. അത് പ്രതിഭാഗം വക്കീൽമാർ പറയുന്നത് ഇതൊരു കേവലം ഒരു അപകടമാണ്, കൊലപാതകമല്ല, അത് സാധാരണ നടപടികൾ ഉണ്ടായാൽ മാത്രം മതി എന്നുള്ള വാദമായിരുന്നു ഉണ്ടായത്. പക്ഷേ പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ഇതൊരു സാധാരണ അപകടമായി കാണാനാകില്ല. കാരണം ഒരു ഡോക്ടർ വാഹനത്തിലുണ്ടായിരുന്നു. ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർ ചെയ്യേണ്ട നടപടികളോ അല്ലെങ്കിൽ ചെയ്യേണ്ട പെരുമാറ്റങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രക്ഷിക്കേണ്ട സ്ഥാനത്ത്, പ്രാഥമിക ചികിത്സ നൽകേണ്ട സ്ഥാനത്ത് വാഹനം മുന്നോട്ടെടുത്ത് പോകാൻ ആവശ്യപ്പെട്ടത് ഡോക്ടറാണെന്നുള്ള സുപ്രധാന മൊഴി ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിച്ചിരുന്നു. പക്ഷേ ഈ വാഹനം ഓടിച്ച 1-ാം പ്രതി അജ്മൽ നിർബന്ധമായി പറഞ്ഞു ഇതിൽ ശ്രീകുട്ടി അങ്ങനെ പ്രേരിപ്പിച്ചിട്ടില്ല എന്നുള്ള മൊഴിയും വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് കോടതി ഇരുവരുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതായിരിക്കും. ഇന്ന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയാം. തുളസി, ശ്രുതി.